ഒരു ബ്രൈഡിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ വെൽ ഡ്രസ്ഡ് അപ്പ് ആക്കി. പക്ഷെ ഞാൻ ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറയുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏർലി ഡേയ്സിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താണ്? ഞാൻ ശാന്തിനി ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് ഇതൊരു പാഷൻ്റെ പുറത്താണ്. ബേസിക്കലി ഞാൻ പറഞ്ഞത് ഡിസൈനറാണ്. അപ്പോൾ ഡിസൈനർ കം ഒരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ബ്രൈഡിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ വെൽ ഡ്രസ്ഡ് അപ്പ് ആക്കി അവരുടെ ഒരു ഡ്രീം കോൺസെപ്റ്റിനെ മീറ്റ് ചെയ്യിപ്പിക്കാനും 100% കോൺഫിഡൻസ് ആണ്. പക്ഷെ ഞാൻ ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറയുന്നത് അതിനെ സർവൈവിങ് ഏരിയയിലോട്ട് വരുമ്പോഴാണ്. അതായത് ഇത് ലോങ് ടൈം റണ്ണിങ് ആസ് എ ബിസിനസ് ബ്രാൻഡ്, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതിനടുത്ത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. സ്റ്റാഫ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ടോട്ടൽ പ്രോസസ്സിങ്, അതിൻ്റെ ബില്ലിങ്, ഇൻവെൻട്രീസ്, ഇതൊക്കെ ഇങ്ങനത്തെ ടോട്ടൽ മാനേജ്മെൻറ്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് ചാലഞ്ച് ഫേസ് ചെയ്തിരുന്നു ഇനിഷ്യലി. ഏതായിരിക്കും ബെസ്റ്റ് സോഫ്റ്റ്വെയർ, നമ്മുടെ ബില്ലിങ്, ഇൻവെൻട്രി ഒക്കെ ഏത് സോഫ്റ്റ്വെയർ ആയിരിക്കും ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്യാൻ എനിക്ക് കുറച്ച് ചാലഞ്ച് ഫേസ് ചെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ 2-3 സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിരുന്നു. അതൊന്നും പ്രോപ്പറായിട്ട് എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല. കാരണം ഇതേ ഇൻഡസ്ട്രിയിൽ എല്ലാവരും എല്ലാ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറയുമ്പോൾ, ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഓർഡർ അല്ല, മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ആകുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും റെക്കോർഡ്സ് മറിച്ച് നോക്കേണ്ടി വരിക. അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഇലിസ്ട്രേഷൻസ് സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കും. പല മൾട്ടിപ്പിൾ റെഫറൻസസ് ഉണ്ടാവും. അതിനെയൊക്കെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് അത് പ്രൊഡക്ഷൻ ടീമുമായിട്ട് കൺവേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്കമിങ് ഓർഡേഴ്സ് വരുന്ന സമയത്ത് അതിനെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക. കാരണം ഇതെല്ലാം ഒരു ക്ലയൻറ്റ് വരുന്നത് നോർമൽ ടൈലറിംഗ് ഷോപ്പ് പോലെയല്ല. ഇതൊരു ടൈം ലൈൻ പ്രോസസ്സിംഗ് ആണ്. അവരുടെ ബിഗ് ഇവൻറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ക്യൂറേറ്റ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഓർഡേഴ്സ് ഉണ്ടാവും. ഡെയിലി ബ്രൈഡൽ ഡെലിവറീസും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഓൺ ടൈം ഡെലിവറി ചെയ്യുന്നതെന്ന് പറയുന്നതും ബിഗ് ചാലഞ്ചാണ്. ബിക്കോസ് നമുക്ക് ഒത്തിരി ഡിലേ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ടൈലറിംഗ് ആയിക്കോട്ടെ, അതെ, ഒരിക്കലും വെഡിങ് ഡേറ്റ് ഒന്നും മാറ്റി വെക്കാൻ പറ്റാറില്ല. അപ്പോൾ അതെല്ലാം ഓവർ ടൈമിലൂടെ റൺ ചെയ്യുമ്പോഴും ഇതിനെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാനൊരു പ്രോപ്പർ സിസ്റ്റം വേണമായിരുന്നു. അതൊക്കെ ഞാൻ ബിഗിനിങ് ടൈമിൽ ശാന്തിനി ബ്രാൻഡ് റൺ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ചാലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ട്. ഓർഡേഴ്സ് ക്ലിയർ ചെയ്യുക. അപ്പം നമുക്ക് ഡെയിലി വന്നിരുന്ന അതൊക്കെ ഒന്ന് റെക്കോർഡ്സ് കളക്ട് ചെയ്യുക, റീഡ് ചെയ്യുക, അതിൽ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് മിസ്സായി പോവുക, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഓരോന്നിനും ഓരോ സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിലും ഈ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നൗ എ ഡേയ്സ് ഇറ്റ്സ് നോട്ട് ഗുഡ് എന്നുള്ളത് മനസ്സിലായി. ഇത്രയും ഒത്തിരി കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാം നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ബുക്സ് ഒക്കെ എടുത്ത് എഴുതി വെക്കുക എന്ന് പറയുന്നതും നല്ലതാണെന്ന് തോന്നിയിട്ടില്ല. പ്രോപ്പർ നമ്മളുടെ ഒരു പ്രൊഫഷണലിസവും അതേപോലെ ഒരു ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാൻ നമുക്ക് അതുകൊണ്ട് പറ്റില്ലല്ലോ.